കേരള മനസാക്ഷിയെ ഒന്നടങ്കം നടുക്കിയ നെടുമങ്ങാട്ടെ ആ പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പ്രതിയുടെ ക്രൂരതയുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുഞ്ഞിന് തണലാകേണ്ട രണ്ടാം അച്ഛനാണ് ഒരു മൃഗത്തിനു പോലും ചെയ്യാൻ തോന്നാത്ത വിധം രാക്ഷസീയമായ പീഡനങ്ങളിലൂടെ ആ കുരുന്നിന്റെ ജീവനെടുത്തത്. ഏറ്റവും ക്രൂരമായ കാര്യം, ഈ കൊടും ക്രൂരത മറച്ചുവെക്കാൻ പ്രതികളായ പെറ്റമ്മയും രണ്ടാനച്ഛനും ആദ്യം വലിയൊരു കള്ളക്കഥ നിർമ്മിക്കാൻ ശ്രമിച്ചു എന്നതാണ്. കുഞ്ഞിന് ചോറ് തൊണ്ടയിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇവരുടെ ആദ്യത്തെ ശ്രമം. ഈ വ്യാജ കഥ പറഞ്ഞ് ആശുപത്രി അധികൃതരെയും പോലീസിനെയും ഒരുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ രണ്ടാനച്ഛൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രീയമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ, ഇപ്പോൾ പുറത്തുവന്ന റിമാൻഡ് റിപ്പോർട്ടും ആ കള്ളക്കഥകളെ പൂർണ്ണമായും പൊളിച്ചെടുക്കുകയായിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കേട്ടാൽ ആരുടെയും നെഞ്ചു തകർന്നു പോകും. ചോറ് തൊണ്ടയിൽ കുടുങ്ങിയതല്ല, മറിച്ച് കുഞ്ഞിന്റെ നെഞ്ചിൽ ക്രൂരമായി ചവിട്ടുകയായിരുന്നു പ്രതി ചെയ്തത്. ഈ അതിശക്തമായ ചവിട്ടേറ്റ് ആ പിഞ്ചു കുഞ്ഞിന്റെ 7 വാരിയെല്ലുകളാണ് തകർന്നു പോയത്. അവിടെയും തീർന്നില്ല. ആ ക്രൂരന്റെ തല്ലും മർദ്ദനവും ആ കുഞ്ഞു ശരീരം എത്രത്തോളം ഏറ്റുവാങ്ങി എന്നത് വ്യക്തമാണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറുതും വലുതുമായി ആകെ 91 മുറിവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചോരക്കണ്ണീരോടെയല്ലാതെ ഒരു മനുഷ്യനും ഈ ക്രൂരതയുടെ ആഴം വായിച്ചു തീർക്കാൻ കഴിയില്ല. ഒരു തുള്ളി ചോറ് തൊണ്ടയിൽ കുടുങ്ങി എന്നു പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കിയ ഈ രണ്ടാനച്ഛന്റെ മുഖംമൂടിയാണ് ഇപ്പോൾ നിയമത്തിനു മുന്നിൽ അഴിഞ്ഞു വീണിരിക്കുന്നത്. ഇവനെയൊക്കെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തോടെ സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. സ്വന്തം അമ്മയായ അഖിലയുടെ മുന്നിൽ വച്ചാണ് ഈ രണ്ടാനച്ഛൻ ഈ ക്രൂരത കാട്ടിയത് എന്ന് കേൾക്കുമ്പോഴാണ് അത്ഭുതം. ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്രയധികം ക്രൂരത കാട്ടിയ പ്രതിക്ക് നിയമം നൽകുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ ഉറപ്പാക്കണം എന്നാണ് നാടൊന്നാകെ ആവശ്യപ്പെടുന്നത്. രണ്ടാനച്ഛനും അമ്മയും ഒരുപോലെ പ്രതികളാണ്. ഇവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കണം. തൂക്കുകയർ തന്നെ ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വീഡിയോയിന് താഴെ കമന്റ് ചെയ്യുക. ഈ പിഞ്ചു കുഞ്ഞിന് നീതി കിട്ടുന്നതുവരെ നമ്മൾ പോരാടണം.